ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു അടിപൊളി വാൾ ഹാങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ നോട്ട്ബുക്കും യൂസ് ചെയ്താണ് പേജും ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ചെയ്യാൻ പാകത്തിന് ഒരു അടിപൊളി വാൾ ഹാങ് ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നോട്ട്ബുക്കിൻ്റെ പേജാണ് എടുത്താണ്, യൂസ് ചെയ്താണ് പേജാണ് എടുത്താണ്. അപ്പോൾ അതിനൊരു ന്യൂസ് പേപ്പർ എടുക്കാം. അപ്പോൾ അത് നമ്മളൊരു പേജ് കീറിയിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ റോൾ ചെയ്ത് 12 കോലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അത് 4 എണ്ണം വീതം ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലത്തെ നമുക്ക് 3 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ 3 എണ്ണം ഒരേ അളവിൽ ഉണ്ടാക്കിയെടുത്ത് ഒന്ന് ഉണക്കാൻ വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം. ഞാനിപ്പോൾ അത് മൊത്തം ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണം സ്ക്വയറിൽ കറക്റ്റ് വെച്ചിട്ട് പിന്നെ 2 എണ്ണം ചെരിച്ചാണ് വെക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള സ്ഥലം ഒന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ച് അടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ വെക്കാനായിട്ട് ഗോൾഡൻ കളർ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചൊരു പൂ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പറിന് പകരം നമുക്ക് സാധാ പേപ്പർ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ പെയിൻറ്റ് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്കിന് ഗോൾഡൻ കളറാണ് നല്ല മാച്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഗോൾഡൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി എടുക്കണ പേപ്പർ ഇഷ്ടമുള്ള അളവിൽ ഫ്ലവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വലിപ്പം കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം. എടുക്കണ പീസ് സ്ക്വയർ ഷേപ്പിലായിരിക്കാം. അപ്പോൾ ഒരു ഫ്ലവറിന് 4 പീസാണ് അങ്ങനെ വേണ്ടത്. കറക്റ്റ് സ്ക്വയർ ആക്കി കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് 2 ആക്കി മടക്കാം. വീഡിയോയിൽ കാണും പോലെ തന്നെ വീണ്ടും മടക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇഷ്ടമുള്ള രീതിയിൽ പെറ്റൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ കാറ്റാടിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് മടക്കുമാതിരി ചെറുതാക്കി ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് മടക്കി എടുക്കാം. സാധാ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ മടക്കേണ്ട ആവശ്യമില്ല, അത് അല്ലാണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ലുക്കിനാണ് അതൊന്ന് മടക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു പെറ്റൽ നല്ലൊരു ലുക്കിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് 4 എണ്ണം ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതേ ഒരു ഭംഗിക്ക് നല്ലൊരു മോഡൽ ഒരു പെറ്റൽ കിട്ടും. അപ്പോൾ ആ ഒരു മോഡലിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ 4 എണ്ണം ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ 4 എണ്ണം അതേപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ആദ്യത്തെ ഫ്ലവറിൽ നിന്ന് പകുതി പെറ്റൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതിന് ഒരു പെറ്റൽ ഫുള്ളും അടുത്തതിൻ്റെ ഒരു പകുതിയും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തേൽ 2 പെറ്റൽ ഫുള്ളും അടുത്തതിൻ്റെ ഒരു പകുതിയും കൂടി കട്ട് ചെയ്യണം. നാലാമത്തേൽ 3 എണ്ണം പിന്നെ അടുത്തതിൻ്റെ പകുതിയും കൂടി ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ പേപ്പർ കളയണ്ട. അപ്പോൾ അത് ഇതിന് കൂട്ടാനുള്ളതാണ്. അപ്പോൾ അതേ നമ്മൾ എല്ലാം കറക്റ്റാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും ആ പകുതി കട്ട് ചെയ്തേക്കുന്നതിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് തൊട്ട് ഇപ്പുറത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ തന്നെ ആ 4 എണ്ണവും ഒട്ടിച്ചെടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ചാണ് ചെറുതും അങ്ങനെ തന്നെ പകുതി കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക വെച്ച് ആ പെറ്റൽസൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ബാക്കിൽ നിന്നും അങ്ങനെ വിടർത്തി കൊടുക്കാം. എന്നാലാണ് ആ ഒരു ഫ്ലവറിന് ഭംഗി കിട്ടുള്ളൂ. ചെറുതൊക്കെ ചെയ്യാൻ നേരത്ത് സൂക്ഷിച്ച് ചെയ്യുക. പേപ്പർ ആയതുകൊണ്ട് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതൊക്കെ ഒട്ടിച്ചെടുക്കാം. ആദ്യം വലുത് പിന്നെ അതിൻ്റെ ചെറുത് ഒട്ടിച്ച് പോകാൻ ഞാൻ ഫെവി ബോണ്ട് വെച്ചാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും മതി. ഇത് ഒട്ടിച്ചിട്ട് നല്ലോണം ഒന്ന് ഒളുക്കി എടുക്കണം, ഇല്ലേ ഇത് ചാടിപ്പോവും. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു വലുത് ഒരു ചെറുത് പിന്നെ ഒരു വലുതാണ് ചെയ്തതിന്. നമ്മൾ സിൽവർ ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് ലീഫ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മൾ കത്രിക വെച്ചൊന്ന് വിടർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കത് ആ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കാം. എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ മുട്ട ഒട്ടിച്ചായിരുന്നു, അത് പൊളിച്ചെടുന്ന അത്ര മെനയുണ്ടായില്ല. അപ്പോൾ അതേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സാധനം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അടിപൊളി വാൾ ഹാങ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.